ഹലോ. ഇന്ന് കുറേ വൈകി, പിന്നെ മഴയാണ് ഇവിടെ. അപ്പം ലൈറ്റൊക്കെ ഇട്ടിട്ടും ഒക്കെയാണ്, കറണ്ടും ഉണ്ടായിരുന്നില്ല. സോ ലൈറ്റ്സ് ഒക്കെ എല്ലാം ഓൺ ചെയ്തു. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ലുക്കിംഗ് ലിറ്റിൽ ബിറ്റ് വിയേർഡ്. അതുകൊണ്ട് ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. ഈ വീഡിയോ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല, ബട്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു കണ്ടിന്യൂ ദ ടോപ്പിക്സ് വിച്ച് വി ആർ ടോക്കിംഗ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. സോ ഇന്നത്തെ ടോപ്പിക്ക്, ഇന്നലെ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഇൻസ്റ്റാലാണ് ചോദിച്ചത്, ചേച്ചി ക്യാൻ യു ജസ്റ്റ് ടോക്ക് അബൌട്ട് ദ ഡൗറി സിസ്റ്റം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നില്ലേ ആ രാഹുലിൻ്റെ കാര്യം, ജർമ്മനിയിലെ നിന്ന് വന്ന് വിവാഹം കഴിച്ചിട്ട് ആ കുട്ടീനെ അടിച്ച് അവശതയാക്കി എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ. ഞാൻ അതിൻ്റെ ടോക്സും അതും ഇതൊക്കെ അങ്ങ് കുറേ അവോയ്ഡ് ചെയ്തു കേട്ടോ. ഞാനത് എന്താണെന്ന് മനസ്സിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്കതിൻ്റെ ആ ഡിസ്കഷൻസിലേക്കും അവിടത്തേക്കൊക്കെ പോകുമ്പോൾ വല്ലാണ്ട് വേദനിക്കുന്നു. കാരണം ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നുള്ള നിലയിലും ഒരു സ്ത്രീ എന്നുള്ള നിലയിലും ഞാൻ വല്ലാണ്ട് അനുഭവിച്ചിട്ടുണ്ട് ഇതൊരു പ്രഹേളിക തന്നെയാണല്ലേ. നമുക്കത് കൊള്ളാനും വയ്യ കളയാനും വയ്യ എന്ന് പറയുന്ന ഒരു രീതിയിൽ ഇതിന് എനിക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, താഴെ കമൻറ്റ് ചെയ്തോളൂ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സിസ്റ്റം എങ്ങനെയാണ് മാറ്റാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വി ഷുഡ് സ്റ്റാർട്ട് ഫ്രം അവർ ഫാമിലി. ഇപ്പോൾ ഒരു മകനും ഒരു മകളുമാണ് ഉള്ളതെങ്കിൽ ആ മകനും മകൾക്കും അച്ഛൻ്റെ അമ്മയുടേതും തുല്യമായിട്ട് വീതിക്കാൻ അങ്ങനെ ചിന്തിക്കണം. അതായത് നിങ്ങളപ്പോൾ പറയും അതെങ്ങനെ തുല്യമായിട്ട് വീതിക്കും ചേച്ചി, മകനല്ലേ ഇവിടെ താമസിക്കാൻ പോകുന്നത് ഞങ്ങളുടെ കൂടെ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 60-40 ആയിട്ട് വീതിക്കൂ. കാരണം നിങ്ങളൊരു 20%, ഇപ്പം നിങ്ങളുടെ ഒരു കോടിയുടെ ഒരു വീടാണ്, അതേ ഉള്ളൂ നിങ്ങൾക്കെങ്കിൽ, 2 മക്കളാണെങ്കിൽ അത് 50-50 ആക്കണ്ട, 60-40 ആക്കിക്കോളൂ. 60 lakhs വേർത്ത് മകനും 40 lakh വേർത്ത് മകൾക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ലോൺ എടുക്കുകയാണെന്ന് വിചാരിക്കും. ഒരു എക്സാമ്പിൾ പറയാൻ കേട്ടോ, ഇത് ഞാൻ വരാം ഈ സിസ്റ്റത്തിലേക്ക്. ആ ലോൺ എടുത്തിട്ട് ഒരു 40 ലക്ഷം ആ വീടിൻ്റെ മുകളിൽ ലോൺ എടുത്തിട്ട് നിങ്ങൾ കൊടുക്കുകയാണെന്ന് അനുമാനിക്കുക. ബിക്കോസ് യു ഡിൻ ഹാവ് എനി അതർ ചോയ്സ് ആണെങ്കിൽ, മകന് ജോലി ഉണ്ടെങ്കിൽ മകനോട് പറയാം, മോനെ ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഈ വീട് അങ്ങനെ തന്നെ മകൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള ആ വീടിന് ഒരു വിൽപത്രം തയ്യാറാക്കി മകനാണ് കൊടുക്കുക എന്ന് പറയുക. പിന്നീട് മരുമകൾ ശരിയല്ല എന്നും പറഞ്ഞാൽ അതൊന്നും മാറ്റി എഴുതരുത് കേട്ടോ. കാരണം നിങ്ങളുടെ മകൻ്റെ എഫേർട്ടാണത് ഓൾറെഡി. ആ മകന് വേണ്ടിയിട്ട് മകൻ ഓൾറെഡി നിങ്ങളെ സഹായിക്കുകയാണ്. വിവാഹം കഴിച്ചത് അതിന് മുമ്പാണ്, കഴിഞ്ഞിട്ടാണെങ്കിൽ വിവാഹം, പെൺകുട്ടികളുടെ വിവാഹം ആദ്യം തന്നെ നടത്തണം. കുറച്ചൊരു 3-4 വയസ്സേ വ്യത്യാസമുള്ളെങ്കിൽ, മകന് 30 വയസ്സും മകൾക്കും 27 വയസ്സും ആണെങ്കിൽ മോളുടെ കല്യാണമായിരിക്കണം ആദ്യം നടത്തേണ്ടത്. മകൻ കുറച്ച് വെയിറ്റ് ചെയ്യണം, 1 വർഷം കൂടി. ഒന്ന് വേണമെങ്കിൽ മകന് പെൺകുട്ടീനെ ഓൾറെഡി ഒരെണ്ണത്തിനെ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഒന്ന് ജസ്റ്റ് ഒരു 2-3 മാസമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. എന്താണെന്നറിയോ, ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുമ്പോൾ കല്യാണം കഴിയാത്ത ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത വേദനയുമാണ്, പ്രശ്നവുമാണ്. ആ കുട്ടി എന്തെങ്കിലും എത്ര നല്ലവളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. വന്നു കയറുന്നവരും നല്ലവരായിരിക്കാം, അവിടെ ഉള്ളവരും നല്ലവരായിരിക്കും, എല്ലാവരും നല്ലവരും. ഞാൻ ആരെയും ചീത്ത പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ ഫാക്ട്സ് ഞാൻ പറഞ്ഞു വരാൻ കേട്ടോ. ദെൻ യു ക്യാൻ ഡിറ്റക്ട് അവർ നല്ലവരാണോ ചീത്തയാണോ എന്നൊക്കെ നമുക്ക് പിന്നീട് ചോദിക്കാം. ഈ ഡൗറി സിസ്റ്റത്തിനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡൗറി കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഈ ആൺകുട്ടികളുടെ മനസ്സിലൊരു നോഷൻ ഉണ്ടാകുകയാണ്, ഇപ്പം കിട്ടുന്നതേ ഉള്ളു. മനസ്സിലായില്ലേ? ഈ കല്യാണം കഴിക്കുമ്പോൾ ഈ പയ്യൻ, ഫോർ എക്സാമ്പിൾ ഈ ജർമ്മനിയിലെ പയ്യനാണെങ്കിൽ ഇപ്പം കിട്ടുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു വിചാരം മനസ്സിലുണ്ട് ഇപ്പോഴത്തെ സോഷ്യൽ സെറ്റപ്പിൽ. അപ്പം കിട്ടുന്നത് അത്രയും ഗ്രാബ് ചെയ്ത് മേടിക്കുക. അയാളുടെ ജർമ്മനിയിലെ ജോലി എന്താണെന്നോ, കുറച്ച് വർഷം കഴിയുമ്പോൾ ജോലി ഉണ്ടാവുമെന്നോ ഒന്നും അറിയില്ല. ചിലപ്പോൾ 3-4 കൊല്ലം കഴിയുമ്പോൾ തീരുന്ന ജോലി ആയിരിക്കാം, അല്ലാതിരിക്കാം. ഇത് മാത്രമല്ല, പലരും ഉണ്ടല്ലോ ഇങ്ങനെ കാനഡയിൽ പോയി പഠിക്കുന്നതും കാനഡയിൽ നിന്ന് വന്നതും ഒക്കെ ആയിട്ട്. പക്ഷെ ഇതിനെല്ലാം മാതാപിതാക്കളായ നമുക്ക്, ഈ ജനറേഷനിലുള്ള, എൻ്റെ ജനറേഷനിലുള്ള എന്നെ കേൾക്കുന്നവർക്ക്, അച്ഛനമ്മമാരായിട്ടുള്ളവർ, ഇങ്ങനെ വിവാഹത്തിന് വേണ്ടി ഒരുക്കൂട്ടുന്നവർ മക്കളുടെ, ഇതൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എനിക്ക് ഒരു മകളായതുകൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ ആ ഒരു ചിന്ത അത്രയില്ല. പക്ഷെ അവിടെ നിന്ന് വരുന്ന ആൾ എങ്ങനെയായിരിക്കാം എന്നുള്ളൊരു ആകുലതയും വ്യാകുലതയൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് ഐ വിൽ ബി വെരി ഓപ്പൺ. അങ്ങനെ ഒരു അലയൻസ് എൻ്റെ മകൾക്ക് വരികയാണെങ്കിൽ ഐ ബി വെരി ഓപ്പൺ, ഐ ബി ആസ്കിങ്. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല ഞങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഒരു അലയൻസ് വരുന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ സ്വീകരിക്കുക. അല്ലെങ്കിൽ അവർക്കും അതുപോലെ തന്നെ ചിന്തിക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
ഏതോ ഒരാൾ പറയുണ്ടായിരുന്നു ഇങ്ങനെ, എനിക്കൊരു മകനേ ഉള്ളൂ, ഒരേ ഒരു മകൻ. അപ്പോൾ ആ മകൻ എൻ്റെ കൂടെ തന്നെ താമസിക്കണം, എൻ്റെ ഫാമിലി ബിസിനസ്സിലാണ് അവന് സ്റ്റേക്ക് ഉള്ളത്, അപ്പോൾ എൻ്റെ കൂടെ തന്നെ താമസിക്കണം മകൻ എന്നുള്ള ഒരു നരേറ്റീവിലാണ് അയാൾ ആ മകനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു മകളുള്ള ഒരു വീട്ടിൽ പോയിട്ട് വിവാഹം കഴിക്കുമ്പോൾ ആ മകളെ ഇങ്ങോട്ട് കൊടുക്കുകയാണെന്ന് അവർ. എങ്ങനെ കൊടുക്കുന്നു? ഇങ്ങനെ പറയേരുതെന്നാണ് ഞാൻ പറയണത്. ഈ കൊടുക്കൽ വാങ്ങൽ, സ്ത്രീധനം കൊടുക്കൽ, സ്ത്രീധനം എന്ന് പറയുന്നത് തന്നെ എന്താണെന്നറിയോ? സ്ത്രീയുടെ ധനമാണത്. അതായത് ഒരു പെൺകുട്ടി ഇനിയൊരു സ്ഥലത്തേക്ക് മാറി പോകുമ്പോൾ അവളുടെ കയ്യിലുള്ള ധനം, അവൾക്ക് ജോലിയില്ലായിരിക്കാം, ഇപ്പോൾ ചെറിയ പെൺകുട്ടിയായിരിക്കാം. പണ്ടത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ വിവാഹം കഴിപ്പിച്ചയക്കുമ്പോൾ നടന്നൊക്കെയല്ലേ പോയിക്കൊണ്ടിരുന്നത്. അന്ന് ധനിക കുടുംബങ്ങളിലെല്ലാം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പണം സ്വരുക്കൂട്ടും. എന്തിനാണെന്ന് വെച്ചാൽ, പണം പറഞ്ഞാൽ ഇങ്ങനെ ഗോൾഡായിട്ട് അവർക്ക് കൊണ്ടുപോകാൻ, അവരുടെ ആ അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ ഇതാണ് കൊണ്ടുപോകാൻ ഒരു കരുതൽ ധനമായിട്ട് കൊടുക്കുന്നത്. കാരണം ഇവിടെ പറമ്പും പത്രാസും ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും മുറിച്ചിപ്പോൾ അവിടെ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. പിന്നെ പണ്ട് ഒരു കാലത്ത് മെട്രിയാർക്കി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അത് വളരെ നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. പെൺകുട്ടികളുടെ വീട്ടിൽ താമസിച്ചിട്ട് ആൺകുട്ടികൾ ഇങ്ങോട്ട് വരുന്നത് എന്താണെന്നറിയോ? ആൺകുട്ടികൾക്ക് എപ്പോഴും പുറത്ത് പോയി ജോലി ചെയ്യാം. അവർ രാവിലെ എഴുന്നേറ്റ് അങ്ങ് പോകും. ഇവിടെ വീട്ടിലുള്ളത് ഈ വൈഫും അമ്മാവി അമ്മയൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം ആൺകുട്ടികൾക്കില്ല. അപ്പോൾ നിങ്ങളൊരു ചേച്ചി ആള് കൊള്ളാലോ, സിസ്റ്റം മറച്ചു വെക്കുകയാണ്. ഞാൻ ഒരു സിസ്റ്റവും മറച്ചു വെക്കുന്നതല്ല കേട്ടോ. എനിക്ക് ഒരു വക്കീലെന്ന നിലയിലുള്ള എൻ്റെ പേഴ്സ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. കാരണം ആ പേഴ്സ്പെക്റ്റീവ് നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത്രയും എടുത്താൽ പൊങ്ങാത്ത ധനമായിട്ടുള്ള സ്ത്രീധനം എന്ന പേരിൽ കൊടുക്കുന്ന ഈ ആഭരണങ്ങൾ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് കൊടുക്കാതെ അവർക്ക് ഒരു ഡ്വെല്ലിംഗ് ഉണ്ടാക്കി കൊടുക്കൂ. അയ്യോ ഞങ്ങൾ വേർതിരിച്ചു എന്ന് പറയില്ലേ കുടുംബങ്ങളെ? നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ഞാൻ പറയണേ. ഒരു നേച്ചറിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു സംഭവം ഞാനിവിടെ പറയാൻ പോവാണ്. ആരെൻ്റെ അടുത്ത് വന്ന് ചേച്ചി ഇതൊക്കെ വിളിച്ചു പറയാമോ എന്ന് ചോദിച്ചാലും ഐ ആം ജസ്റ്റ് ഗോയിങ് ടു ടെൽ ദ ട്രൂത്ത്. എനിക്ക് ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, അതായത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മദർ ഇൻ ലോയും ഫാദർ ഇൻ ലോയും പിന്നെ എൻ്റെ ഹസ്ബൻഡും സിസ്റ്ററും ഇൻ ലോയും ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഇനിയൊരു ബ്രദർ ഇൻ ലോ സൗദിയിലായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി ദേ വർ ഷെയറിങ് വൺ ബെഡ്റൂം. എൻ്റെ ഹസ്ബൻഡും എൻ്റെ സിസ്റ്റർ ഇൻ ലോയും ഒരു റൂമാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് വരുമ്പോൾ എന്നെ അവിടെ, എനിക്കാണല്ലോ അവിടെ സ്ഥാനം. ഈ കുട്ടി പുറത്തേക്ക് പോകേണ്ടി വന്നല്ലോ, പുറമെ താമസിക്കാനായിട്ട് വേറെ റൂമിലേക്ക് പോകേണ്ടി വന്നല്ലോ. അപ്പോൾ ഞാൻ അനുഭവിച്ച ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്ക് കുറേ സ്വർണവും കുറേ എന്താ പറയുക കാറും പിന്നെ ചെലവിനുള്ള കാശും ഒക്കെ എൻ്റെ അച്ഛൻ തന്നിരുന്നു. അതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ. പിന്നീട് നീ ഇവിടെ വന്നൊന്നും ചോദിക്കരുത് എന്നുള്ള ഒരു അണ്ടർലൈൻ ഇട്ട് എൻ്റെ പേരൻസ് എന്നോട് പറഞ്ഞിരുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും അവർ സാമൂഹിക വ്യവസ്ഥയിൽ അന്ന് ഉണ്ടായിരുന്ന കാര്യം ചെയ്തു. 27 വർഷങ്ങൾക്ക് മുമ്പ്, 28 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ നമ്മളത് അന്ന് ഈ പറഞ്ഞ പോലെ ഈ സാമൂഹിക വ്യവസ്ഥിതി മാറ്റി ചിന്തിക്കാനൊന്നും ഉള്ള പ്രാപ്തി ഉണ്ടായിരുന്നില്ല എനിക്ക്. ആരും പറഞ്ഞു പോലും കേട്ടിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നെപ്പോലെ അന്നൊക്കെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ തന്നെ ഞാനൊന്ന് ഇരുന്ന് ചിന്തിച്ചേനെന്ന് എനിക്ക് ഇപ്പോഴും തോന്നും. അങ്ങനെയായിരുന്നെങ്കിൽ ഐ വുഡ് ഹവ് ബീൻ മോർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് എന്നും തോന്നും. കഴിഞ്ഞു പോയതൊന്നും പറയാൻ പാടില്ല എന്നാണല്ലോ, അത് വിടൂ. അപ്പോൾ ഈ ഡൗറി സിസ്റ്റം നിർത്തണമെങ്കിൽ ഈ ഒരു മാർഗമേ ഉള്ളൂ. ലൈക്ക് സ്റ്റോപ്പ് ഗീവിങ് ദിസ് കൈൻഡ് ഓഫ് ഗോൾഡ് ഓർണമെൻറ്റ്സ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഈ റൂം തരുന്നേ ഇല്ല. ഇൻ ദ സെൻസ് ഇവരുടെ എല്ലാം പൊതുവായിട്ടുള്ളൊരു മുറിയാണത്. ഞാനിങ്ങനെ കുറേ ആലോചിച്ചു, ദൈവമേ എനിക്കൊരു വീട് സ്വന്തമായിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ എനിക്ക് ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങായിരുന്നു, എനിക്കിഷ്ടമുള്ളപ്പോഴും അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ശരിയോ തെറ്റോ എന്നുള്ളതല്ല കേട്ടോ ഇവിടെ. ഐ എം ജസ്റ്റ് ടെല്ലിങ് ദ ടോപ്പിക് വിച്ച് വി നീഡ് ടു റിയലി ഡിസെക്റ്റ് ആൻഡ് സി. എങ്ങനെയാണ് നമുക്ക് ഇപ്പോഴത്തെ സോഷ്യൽ സെറ്റപ്പിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഇതിനെ ഒന്ന് കേർട്ടേൽ ചെയ്യാൻ പറ്റാമെന്ന് ഞാനൊന്ന് ചിന്തിച്ച് നോക്കുന്നതാണ്. പുറകോട്ട് ചിന്തിച്ച് എൻ്റെ കഥ തന്നെ പറയുന്നത് അതുകൊണ്ടാണ്. മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാകില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ കഥ തന്നെ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. സോ അവിടെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഒരു കറി വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു കാരണം അത് അവരുടെ വീടാണ്. മദർ ഇൻ ലോക്ക് എൻ്റെ ഇപ്പോഴത്തെ പ്രായമാണെന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ 52 years ആണ് എൻ്റെ മദർ ഇൻ ലോ ഞാൻ ചെല്ലുമ്പോൾ.
അപ്പോൾ എനിക്ക് ഒരു ഇപ്പോൾ എന്നെ നോക്കൂ, ഞാൻ സമ്മതിക്കുമോ? ഐ എം വെരി, എന്താ പറയുക, എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം, ഭയങ്കര അജൈലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം, അങ്ങനെയൊക്കെ എനിക്കും ഉണ്ടാവുമല്ലോ. വൈ ഷുഡ് ഐ അഡ്ജസ്റ്റ്? അല്ലേ ഞാൻ ചോദിക്കുന്നത്. എൻ്റെ മദറിലോ എന്തിനാ അഡ്ജസ്റ്റ് ചെയ്യണം? അവർക്കും ഒരു പുതിയ വീട് അവരുടെ ഹസ്ബൻഡ് വെച്ചു, മക്കൾ വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോൾ അവരെന്തിനാ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് ഞാനും ചോദിക്കുന്നത്. അവർക്കും ഇല്ലേ ലൈഫും അവരുടേതായ എന്താ പറയുക ചിന്തകളും ഒക്കെ. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് ആരെയാണ് ഭരിക്കാൻ കിട്ടിയേക്കുന്നത്? പുറത്തുനിന്ന് വന്ന ഒരു പ്രജ. ഈ പാവം പെൺകുട്ടിയാണ് അവരുടെ കണ്ണിലെ കരടായിട്ട് മാറുക. അവിടെ തുടരുത്, ഇവിടെ തുടരുത്, ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടത് തന്നെയാണ് കേട്ടോ. പുതിയ വീടായതുകൊണ്ട് അവർക്കും ആ വീടിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പൊട്ടൊക്കെ എടുത്തിട്ട് ഞാനും, അയ്യോ പൊട്ട് പോയല്ലോ എൻ്റെ, താഴെ പോയി, ഒരു മിനിറ്റ്, സോറി. പൊട്ടില്ലാതെ ഒരു രസമില്ല, അതാണ്. പൊട്ടിനെ പറ്റി പറഞ്ഞപ്പോൾ പൊട്ടെടുത്ത് ഇങ്ങനെ ഈ കണ്ണാടിയിൽ ഒട്ടിച്ചു വെക്കുന്ന ഒരു ദുശീലം ഉണ്ടായിരുന്നു. നോട്ട് ഗുഡ്. കറക്റ്റാണ്, സമ്മതിച്ചു. പക്ഷേ എൻ്റെ പുതിയ വീടാണെങ്കിൽ ഞാൻ വെക്കില്ലല്ലോ. ഞാനിങ്ങനെ ചിന്തിക്കും, അയ്യോ കണ്ണാടി വെക്കണ്ട, അതിനെന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ച് ചെയ്യും. അപ്പോൾ എൻ്റെ പുതിയ വീട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അതിന് വേണ്ടിയിട്ടൊരു പ്ലേസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചു അവിടെ. അപ്പോൾ എപ്പോഴെങ്കിലും പൊട്ട് കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ മുഖം കഴിയുമ്പോഴോ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത് അവിടെ തൂക്കിയിട്ടു. അപ്പോൾ സോ ഐ വിൽ പ്രസ് ഇറ്റ് ഓൺ ദാറ്റ്. ഇത് കാരണമാണ് കേട്ടോ ഈ നെഗറ്റീവ്സിൽ നിന്നും പോസിറ്റീവ് ഉണ്ടാകും എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതെൻ്റെ മനസ്സിൽ ഒരുപാട് വേദനയും ഉളവാക്കി. കാരണം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഒരു പുതിയ വീടല്ലേ, പുതിയ അറ്റ്മോസ്ഫിയർ അല്ലേ, അതവിടെ വെക്കരുത്. പിന്നെ കാല് ഞാൻ ഇങ്ങനെ എടുത്ത് പൊക്കി എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ സിസ്റ്ററിലോ പറയും അവിടെ വെക്കരുത് കാല്, അങ്ങനെയൊക്കെ. ദാറ്റ് വാസ് റിയലി ഹേർട്ടിങ് കേട്ടോ. അത് കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ എടുക്കാനുള്ളവർക്ക് അത്രയേ ഉള്ളൂ. പക്ഷെ പുതിയൊരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി ചെല്ലുമ്പോൾ 5-6 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് റൂഡ്നെസ് അല്ലേ? അതാ പറഞ്ഞു വരുന്നത്. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് അത്രയും റൂഡ്നെസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അവർ കുറച്ചുകൂടെ ലോകം കണ്ടതാണ്, അവർ കുറച്ചുകൂടി നന്മകളുള്ളവരാണെന്നാണ് എനിക്ക് കാരണം ഞാൻ പറയാം. അവർ കൂടുതൽ നന്മയുണ്ടാക്കി ജീവിക്കണം എന്ന് ആലോചിക്കുന്നവരാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഡൗറി സിസ്റ്റവും ഈ പണത്തിൻ്റെ ഇടപാടും എല്ലാം നമ്മൾ അച്ഛനമ്മമാർ ഇൻസ്റ്റിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ രാഹുൽ എന്ന് പറയുന്ന പയ്യന് തന്നെത്താൻ ഇങ്ങനെ ഉണ്ടാവാൻ വഴിയില്ലല്ലോ. അയാൾ ഒരു സോഷ്യൽ സെറ്റപ്പ് അതായിരുന്നിരിക്കണം. പൈസ മേടിച്ച് കല്യാണം കഴിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയോടെ കൂടിയായിരിക്കണം വളർന്നു വന്നിട്ടുണ്ടാവുക. ഒരുപാട് ഞങ്ങളുടെ അമ്മാവന്മാരും ഈ ആൾക്കാരും ഒക്കെ പറയുന്നതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. ശ്രീധരൻ മേടിച്ച് വിവാഹം കഴിക്കാനുള്ള കേട്ടോ, അങ്ങനെ കളിയായിട്ട് കൊച്ചു കുട്ടികളോട്. എനിക്കത് കേൾക്കുമ്പോൾ വരേണ്ട ഒരു ദേഷ്യം കേട്ടോ. എനിക്കിഷ്ടമല്ല അങ്ങനെ പറയണത്. എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ എന്താണ് നിങ്ങളുടെ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്? എന്നെ കേൾക്കുന്ന ഏതെങ്കിലും അപ്പൂപ്പന്മാരോ അങ്ങനത്തെ സ്വഭാവമുള്ള ആരെങ്കിലും വെറുതെ കളിയായിട്ടാണെങ്കിലും പറയരുത് ഇങ്ങനെ. അതിനെന്താ, നല്ല സ്ത്രീധനം മേടിച്ച് വിവാഹം കഴിക്കാം, ബിടെക് പഠിച്ചോളൂ അന്ന് കേട്ടോ. ഇപ്പോൾ ബിടെക് പഠിച്ചിട്ട് കാര്യമില്ല, ഇന്ന് ഡോക്ടർ ആയിക്കോളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്നൊന്നും പെൺകുട്ടികൾക്ക് ഇങ്ങനെ ആകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്ര അതിസമർത്ഥകളായ പെൺകുട്ടികൾ മാത്രമാണ് ഈ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവർക്ക് ഒരു ഹൈ ഹാൻഡഡ്നെസ് ആണ്. എന്നിട്ട് പോലും ഈ എഞ്ചിനീയർ ആയിട്ടുള്ളൊരു മകന്, എഞ്ചിനീയർ ആയിട്ടുള്ളൊരു വധു വന്നാലും ഈ പെൺകുട്ടിക്ക് ഒരു സെക്കൻഡ് ഒരു തരം താഴ്വാണ്. അപ്പോൾ നമ്മളല്ലേ ചിന്തിക്കേണ്ടത്, പെൺകുട്ടികളെ 2ാം തരം പൗരക്കാരായിട്ട് വളർത്താതെയും ഇരിക്കുക, കാണാതെയും ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ഡൗറി എന്ന് പറഞ്ഞ സിസ്റ്റം മാറുകയുള്ളൂ. നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ഇൻഹെറിറ്റൻസ് കൊടുക്കാൻ പാകത്തിന് നിങ്ങൾ ചെയ്യുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 1 കോടിയുടെ പ്രോപ്പർട്ടിയേ ഉള്ളൂ, 5 സെൻറ്റിൻ്റെ ഇതിലാണ് വീടിരിക്കുന്നത്. ടൗണിലൊക്കെ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും ചേച്ചി എന്ന് ചോദിച്ചിട്ട് ഒരാൾ ചോദിച്ചപ്പോഴാണ് ഞാൻ ഇത് പറഞ്ഞത്. നോക്കൂ, നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകന് എന്തായാലും ഒരു ജോലി ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്യൂ. മകൻ്റെ അടുത്തുനിന്ന് ഒരു 40 lakhs ഇപ്പോൾ എടുത്തിട്ട് മകളുടെ കല്യാണ ആവശ്യങ്ങൾക്ക് കാര്യങ്ങൾക്കും എല്ലാം ഉപയോഗിക്കൂ. എന്നിട്ട് നിങ്ങളിത് മകന് എഴുതി കൊടുക്കൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും ആ പെൺകുട്ടിയോടെ വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ അത് അമ്മയും അച്ഛനൊക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ഷീ ക്യാൻ എൻജോയ് ദാറ്റ് ഹൗസ് ഓൾസോ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അച്ഛനും അമ്മയ്ക്കും ഒരു പേടിയായിരുന്നു. അവർ പറയാം, ഞങ്ങളിത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ ചേച്ചി? ഞാൻ പറഞ്ഞു, മോനെ ഒരു ഓണർ ആക്കൂ. നിങ്ങളുടെ 2 പേരുടെയും പേരിലൊരു ഓണർ ആക്കിയിട്ട് നിങ്ങളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ചെയ്യൂ, എന്നാൽ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പം മോൻ EMI അടച്ചാൽ മതി, അല്ലാതെ കണ്ട് വേറെ വിഷമം ഉണ്ടാവില്ല. മകന്
കൂടുതൽ കിട്ടുകയും ചെയ്യും അതിൽ നിന്ന്. അങ്ങനെ അവർ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ആ കുട്ടിയും വലിയ കുഴപ്പമില്ലായിരുന്നു, അവരുടെ ഹസ്ബൻഡും ഒരു ഒരു സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബജീവിതമുള്ള ആളുകളായിരുന്നു. അവരങ്ങനെ ഒന്നും സീക്ക് ചെയ്തുമില്ല പിന്നെ. പക്ഷെ ഇതിന് മറുവശമുണ്ട് കേട്ടോ. ചില പെൺകുട്ടികളോട് അമ്മമാർ ഇതുപോലെ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, അതായത് അച്ഛനോട് പറയുന്നത്, നോക്കൂ മരുമക്കളെ ഒന്നും വിശ്വസിക്കില്ലേ, നമുക്ക് മകളെ ഉണ്ടാവുള്ളൂ നോക്കാനായിട്ട്, മകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ കുറച്ചൊരു ബയസ്ഡ് ആയിട്ടുള്ള അമ്മമാർ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അതും കുളവായ ഫാമിലീസ് ഉണ്ട്. സോ എൻ്റെ പ്രായത്തിലുള്ള എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് 3 മക്കളോ 2 മക്കളോ ഏത് കോമ്പിനേഷനിലാണെങ്കിലും സ്ത്രീയും പുരുഷനും ആണെന്ന് വെച്ചിട്ട് നിങ്ങൾ അവരെ വേർതിരിച്ച് ചെയ്യരുത്. ഈ കൊത്തിപ്പിരിക്കുക എന്ന് ഞാൻ പറഞ്ഞത് ഈ നേച്ചറിൽ നോക്കുമ്പോൾ വേറെ താമസിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യമുള്ള കുടുംബങ്ങളാണെങ്കിൽ അങ്ങനെയും ചെയ്യേണ്ടതെന്നേ ഞാൻ പറയുള്ളൂ. അതായത് അച്ഛനും അമ്മയും വിൽ സ്റ്റേ ഹിയർ, മകൻ എവിടെയാ ജോലി, കൊച്ചിനിലാണെങ്കിൽ കൊച്ചിനിൽ പോയിക്കോളൂ, ഞങ്ങൾ തൃശ്ശൂരിൽ താമസിക്കുന്നു, ഞങ്ങൾ അവിടെ ഇരുന്നോളാം, നിങ്ങൾ അവിടെ പോയിട്ട് ഒരു ഫ്ലാറ്റ് എടുത്ത് നിങ്ങൾ ജീവിതം തുടങ്ങിക്കോളൂ. പക്ഷേ പിന്നീട് ഈ അച്ഛനും അമ്മയും എനിക്കിങ്ങോട്ട് മാസം മാസം ഇത്രയും തരണം എന്ന് പറയുകയാണെങ്കിൽ 20,000 മകൻ തരികയാണെങ്കിൽ ഒരു 15 മകളിൽ നിന്ന് മേടിക്കാനും പറ്റണം. ഈ ഈക്വൽ ആണെന്ന് പറയുമ്പം കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈക്വേഷനിൽ എല്ലാം വർക്കൗട്ട് ആവണം. അത് ഇന്നത്തെ സമൂഹം തന്നെ ചിന്തിക്കണം അല്ലേ. സ്ത്രീകൾ പെൺകുട്ടികളും ചിന്തിക്കണം, ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കും എമൗണ്ട് വരുന്നുണ്ട്, ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഇതുപോലെ ഞങ്ങളും കൊടുക്കണം എന്തെങ്കിലും എന്ന് ചിന്തിക്കണം. ഒരിക്കലും ബ്രദറിന് മാത്രം ഇങ്ങനെ ചെയ്യാനുള്ളത് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബ്രദറിന് സ്വത്ത് മുഴുവൻ കൊടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾ അതിൽ പോയിട്ട് വഴക്കിടാനും പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഡൗറി സിസ്റ്റം എന്തിനാ വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് പുതിയ വീട് വെക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ലൈഫ് തുടങ്ങാനോ ആണ്. പിന്നീട് അത് എടുത്തത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് തിരിച്ചു വന്ന് ഈ ബ്രദറിൻ്റെ ലൈഫ് കുളവാക്കരുത്. അത് പെൺകുട്ടികൾ ശ്രദ്ധിക്കുകയും വേണം. സോ ഈ അച്ഛനമ്മമാർ വിചാരിച്ചാൽ മാത്രം, 2 കൂട്ടരുടെ അച്ഛനമ്മമാർ വിചാരിച്ചാൽ മാത്രമാണ്, അതായത് ഈ തലമുറയിലെ അച്ഛനമ്മമാർ, ഒരു 50s 60s അച്ഛനമ്മമാർ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ ഡൗറി എന്ന് പറഞ്ഞ സിസ്റ്റമേ നിങ്ങൾ നിർത്തിക്കോളൂ. അത് നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ സ്വർണമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വന്നിട്ട് അവളുടെ ഇൻഹെറിറ്റൻസിന് പകരമായിട്ട് അത്രയും സ്വർണം കൊടുക്കല്ലേ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇവൾക്ക് ഇവിടെ കയറി വരാനും പറ്റില്ല പിന്നെ അല്ലേ. യു ഷുഡ് ബി വെരി കെയർഫുൾ. ഡെലിക്കേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതിന് 2-3 വശങ്ങളുണ്ടാവും. കാരണം പണം ഉള്ളവരും ഇല്ലാത്തവരും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാണ്ട് പണം ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും 5 സെന്റ് ഉള്ളവനും 1.5 സെന്റ് ഉള്ളവനും അത് പകുതി എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, പപ്പാതി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞു പഠിപ്പിച്ചോളൂ. അത് ഏത് രീതിയിലുള്ള റേഷ്യോ ആണെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കൂ. എന്നാൽ മാത്രമാണ് വീട്ടിൽ മാത്രമല്ല സമൂഹത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. ആരെങ്കിലും ഒരാൾ ചെയ്യണമല്ലോ അങ്ങനെ അല്ലേ, ആരെങ്കിലും ഒരാൾ ചെയ്യണം. ഞാൻ എൻ്റെ മദർ ഇൻ ലോയുടെ അടുത്ത് ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. ഭയങ്കരമായിട്ട് ബയസ്ഡ് ആണ്. പിന്നെ അവർ പിൻതലമുറയിലെ ആൾക്കാരാണ്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. പക്ഷെ നമ്മളെപ്പോലുള്ളവരല്ല, എന്നെപ്പോലുള്ളവർ, എന്നെ കേൾക്കുന്നവർ, അവർക്ക് തിരുത്താമല്ലോ. അപ്പോൾ പറയും ചേച്ചി മോളെയൊക്കെ ഒരുക്കി വിടുന്നതൊക്കെ. യെസ്, അപ്പം ഞാനൊരു ഐഡിയ പറയട്ടെ. അങ്ങനെ ഒരു 100 പവൻ കൊടുത്ത് നിങ്ങൾക്ക് മോളെ ഒരുക്കി വിടണം എന്ന് ആണെങ്കിൽ 75 ലക്ഷം രൂപ വേണം ഇപ്പോൾ. ആ 75 ലക്ഷം രൂപയ്ക്ക് ഒറ്റ ദിവസം ഒന്ന് ഒരുങ്ങിയാൽ മതിയെങ്കിൽ പല ജ്വല്ലറീസും പല രീതിയിലും ഇപ്പോൾ ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. 75 ലക്ഷം നിങ്ങൾ കൊടുക്കുക, അതൊക്കെ ഇടുക, ഒരു ചെറിയ തുക അവരെടുക്കും തോന്നുന്നു ഈ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കും. അത് അങ്ങനെ തന്നെ വാങ്ങിച്ചോളും. ആ പൈസ എടുത്ത് നിങ്ങൾ കൊണ്ടുപോയി ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു കൊടുക്കൂ. അപ്പോൾ ഗോൾഡ് അപ്രിഷിയേറ്റിംഗ് അല്ലേ ചേച്ചി? അതെ, അപ്രിഷിയേറ്റിംഗ് തന്നെയാണ്. ദെൻ this girl and her boy should think this is what I am going to get from my house and this is it. ഇനി അങ്ങോട്ട് തിരിച്ചു പോകാൻ പാടില്ല എന്നുള്ള ബോധം അവർക്കുണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ ഈ സ്ലിപ്സ് ഒക്കെ മേടിക്കില്ലേ, സ്ലിപ്പുകൾ ഉണ്ടാവില്ലേ, ഈ സ്വർണം മേടിച്ചതിൻ്റെ ഓരോ ഇതുണ്ടാവില്ലേ, എന്തായാലും പറയുന്നത് ഇൻവോയ്സ് ഒക്കെ എല്ലാം സൂക്ഷിച്ച് വെക്കണം കേട്ടോ. എവിഡൻസ് ആണ് ഇന്നത്തെ കാലത്ത് പ്രധാനം. അതൊരു ഫയലാക്കിയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് കല്യാണത്തിൻ്റെ ചെലവുകൾ വേറെ എഴുതി വെക്കുക. പിന്നെ ഈ പറഞ്ഞ വാങ്ങിച്ച സാധനങ്ങൾ, സ്വർണം വാങ്ങിച്ചതിൻ്റെ റെസിറ്റ് ഡേറ്റ് സഹിതം അവർ തരൂല, അതെല്ലാം ഒരു ഫയലാക്കി വെക്കുക.
അതെല്ലാം ഇന്നത്തെ കാലത്ത് ഡോക്യുമെന്റേഷൻ പ്രധാനമാണ്. ഇത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ മകനിൽ നിന്നും എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അതിനും ഒരു രേഖ ഉണ്ടാക്കി വെക്കുക. ഒന്നും രേഖയില്ലാതെ പോകരുത്. കാരണം ഓക്കെ, ബ്ലഡ് ഇസ് തിക്കർ ദാൻ വാട്ടർ എന്നൊക്കെ പറയുമെങ്കിലും എൻ്റെ 81 വയസ്സായപ്പോൾ, എൻ്റെ അച്ഛന് 81 വയസ്സായപ്പോൾ അച്ഛൻ്റെ 72 വയസ്സുള്ള പെങ്ങളും അവരുടെ മക്കളും ചേർന്ന് എൻ്റെ അച്ഛനെ അഗൻസ്റ്റ് ആയിട്ട് കേസ് കൊടുത്തു. എന്തിനാണെന്ന് വെച്ചാൽ അച്ഛനാണ് ഈ കുടുംബത്തിൻ്റെ നാഥനായിട്ട് നിന്ന് 19 വയസ്സിൽ ജോലി ചെയ്യാൻ തുടങ്ങിയതാണ്. 33 വയസ്സ് വരെ എൻ്റെ അച്ഛൻ വിവാഹം കഴിച്ചിട്ടില്ല. ഈ അനുജത്തിമാരെ രണ്ടുപേരെയും വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പൈസ സ്വരുക്കൂട്ടിയായിരുന്നു. അത് ആലോചിച്ച് നോക്കൂ. അച്ഛൻ്റെ വിവാഹത്തിൻ്റെ മുമ്പ് അവർക്ക് കിട്ടിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അച്ഛൻ അമ്മയെ വിവാഹം കഴിച്ച് ഇവിടെ വരുമ്പോഴും ആ ആൻറ്റിയുടെ കല്യാണം നടന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ആളെ കിട്ടണ്ടേ. ഇത് അല്ലല്ലോ ഇങ്ങനെ ഒരു വിവാഹ മാർക്കറ്റിലൊക്കെ ആളുകളെ കിട്ടുന്നതൊക്കെ ഇപ്പോഴത്തെ കാലത്ത്, അന്നത്തെ കാലത്ത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അച്ഛനത് നടത്തിയതിന് ശേഷം വേണം വിവാഹം കഴിക്കാൻ എന്ന് വെച്ചിട്ട് ഹി വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അച്ഛൻ കൊടുത്തു എത്രയോ ഒരു പവൻ, കുറച്ച് എമൗണ്ട്, അവരുടെ ഒരു ഇവിടുത്തെ ഇതിന് തുല്യമായിട്ടുള്ള എമൗണ്ട് അച്ഛൻ സ്വർണ്ണമാക്കിയിട്ട് അവർക്ക് സ്വർണം കൊടുത്തയച്ചു. ആ അത്ര വർഷങ്ങൾക്ക് മുമ്പ്, 35 വർഷം മുമ്പ്, അത്ര വർഷമായി അവരുടേത്, ഇല്ല 52 വർഷം മുമ്പ് അച്ഛൻ കൊടുത്തത് ആ സ്വർണം. എന്നിട്ട് ഇപ്പോൾ അവർ വന്നിട്ട് ഈ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുന്നു. പ്രോപ്പർട്ടി ഒന്നും അവരുടെ പേരിലല്ല, അതല്ല എൻ്റെ അച്ഛൻ്റെ പേരിൽ അവരുടെ അച്ഛൻ കൊടുത്തതാണ്, അപ്പൂപ്പൻ കൊടുത്തത് തന്നെയാണ്. പക്ഷേ അവരും അവരുടെ മക്കളും ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഈഗോ ഉണ്ടാക്കുക. എൻ്റെ ആ ഇത്രയും വയോധികനായിട്ടുള്ള ഒരു അച്ഛനെ കോടതി കയറ്റിയിരിക്കുകയാണ്. കോടതിയിൽ അത് അറിയാമല്ലോ, കോടതി വ്യവഹാരങ്ങളൊക്കെ വർഷങ്ങളെടുക്കും. പക്ഷേ ഒരു ബന്ധമാണ് അവർ വിച്ഛേദിച്ച് വിട്ടത്. 72 വയസ്സായ ആ അമ്മയ്ക്ക് എങ്ങനെ തോന്നിയെന്ന്, അമ്മായിക്ക്, ഞങ്ങൾ വളരെ സ്നേഹത്തിലായിരുന്നു കസിൻസ് എല്ലാവരും. ആ ഒരു ഇൻസിഡൻറ്റ് എല്ലാ ഫാമിലീസിനെയും ഇങ്ങനെയാക്കി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുകയാണെങ്കിലും ആ ബ്രദറിൻ്റെ അധ്വാനമാണ് അതെന്നുള്ളത് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യണം. നിങ്ങൾക്ക് പെൺകുട്ടികൾ കേട്ടോ. പിന്നെ ഈ ഡൗറി മേടിക്കുന്ന ആണുങ്ങൾ, എനിക്കിനി അവിടെ നിന്നൊന്നും വേണ്ട എന്ന് ചങ്കൂറ്റത്തോടു കൂടി നെയ്വർന്ന് നിന്ന് പറയണം. എൻ്റെ വൈഫിന് കിട്ടിയത് മതി, ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, അത് മതി. പിന്നെയും അവിടെ പോയിട്ട് ആ ബ്രദേഴ്സിനോടൊക്കെ ശണ്ട കൂടിയിട്ട് അവരുമായിട്ട് ഒരു അസ്ഥിത ഉണ്ടാക്കുന്നതിലും നല്ലത് അങ്ങനെ കിട്ടുന്ന ഇതിൽ ഒരു പൈസ പോലും നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോകാൻ പോകുന്നില്ല. ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കി ഒരു ഡൗറിയും കൊടുത്ത് അങ്ങോട്ട് വിട്ട് കഴിയുമ്പോൾ, ഈ ഡൗറി എന്ന് പറയുന്നത് സ്ത്രീധനം എന്നുള്ള പേരിലാണ് കേട്ടോ. വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ്. ഗിഫ്റ്റ് എന്ന പേരിൽ എനിക്ക് തരുന്നത് എൻ്റെയാണ്, അതായത് പെൺകുട്ടിക്ക് തരുന്നത് പെൺകുട്ടിയുടേതാണ്. അതവിടെ കൊണ്ടുപോയി വെക്കുക. അവർ തമ്മിലുള്ള ഒരു സെമൻറ്റിക്സ് അനുസരിച്ച് അത് ഉപയോഗിക്കുക. അല്ലാതെ പിന്നീട് അത് മുഴുവനും വിറ്റ് തൊലച്ചിട്ട് പിന്നെയും തിരിച്ചു വന്ന് ബ്രദറിന് അഗൻസ്റ്റ് കേസ് കൊടുക്കുകയും ബ്രദർമാരെയും വൈഫിനെയൊക്കെ ജീവിക്കാൻ സമ്മതിക്കാതെയൊക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ എന്ത് ലോകമാണ് ഇതെല്ലാം. നമ്മളും അങ്ങനെ ചെയ്താൽ നമ്മുടെ മനസ്സല്ലേ നമുക്ക് പിന്നെയും നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മുടെ മനസ്സമാധാനം, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ നെക്സ്റ്റ് ജനറേഷൻ്റെ ഒരു ഭാവി, അതായത് അവർക്കൊരു സന്തോഷം ഇല്ലാണ്ടാവില്ലേ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ ഡൗറി സിസ്റ്റം നിർത്തണമെങ്കിൽ ഇൻഹെറിറ്റൻസ് ഈക്വലായിട്ട് അച്ഛനും അമ്മയും പെൺമക്കൾക്കും ആൺമക്കൾക്കും ഈക്വലായിട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഈക്വൽ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ 50-50 എന്നല്ല. ആ കുട്ടിക്ക് കൊടുത്ത സ്വർണത്തിൻ്റെ കണക്കും കൂടെ ഇതിലെടുത്തിട്ട് അതനുസരിച്ചുള്ള ഷെയർ ഇൻഹെറിറ്റൻസിൽ കൊടുക്കുക. ഇപ്പം ആ കുട്ടിക്ക് ഒരു 100 പവനോ 125 പവനോ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് വാട്ട് ഇസ് ലെഫ്റ്റ് ഔട്ട്. അതിൽ ഈ 125 കഴിയുന്നുണ്ടെങ്കിൽ പിന്നീട് അതിനകത്തേക്ക് ചോദിക്കുകയും അരുത്, വാങ്ങുകയും അരുത്. വാങ്ങിക്കാനായിട്ട് ഇവിടെ ഇടയും കൊടുക്കരുത്. യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഓഫ് ഇൻ ദ നെയിം ഓഫ് യുവർ സൺ ഹൂ ഹാസ് ഹെൽപ്ഡ് യു അറ്റ് ദ ടൈം ഓഫ് ക്രൈസിസ്. അത് ചെയ്യണം. അപ്പം നിങ്ങളായിരിക്കണം തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ മക്കൾ എങ്ങനെയായിരിക്കണം ഫ്യൂച്ചറിൽ പോകേണ്ടത്. 3 പേരും 4 പേരും ഒക്കെ ഉണ്ടെങ്കിൽ അവർ ആയിട്ട് നടക്കണോ, അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ച് നടക്കണോ, നിങ്ങൾ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടായ ഈ ചെറിയ സ്വത്തിൻ്റെ പേരിൽ നിങ്ങളുടെ മക്കൾ തമ്മിൽ അടിവെക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. പിന്നെ ഡൗറി എന്നും പറഞ്ഞ് എടുത്താൽ പൊങ്ങാത്ത ഗോൾഡ് കൊണ്ടുപോയി ബാങ്കിൽ വെച്ചിട്ട് പിന്നീട് അത് അപ്രിസിയേഷൻ ആയാൽ പോലും എനിക്ക് ഇനിയും വേണം എന്ന് പറഞ്ഞ് ആ ബ്രദേഴ്സിനെയോ അല്ലെങ്കിൽ മാതാപിതാക്കളെയോ ശല്യം ചെയ്യാതിരിക്കുക പെൺകുട്ടികളെ. അങ്ങനെയുള്ള ആളുകളെ നിങ്ങളും പറഞ്ഞു തിരുത്തണം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മൾക്ക് ആവശ്യത്തിനുണ്ടല്ലോ, ഞാനും ജോലി ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം പെൺകുട്ടികളും കാണിക്കണം.
അല്ലാതെ ഡൗറി ഒന്നും ഇവിടെ നിന്ന് പോകാൻ പോണില്ല. പെൺപിള്ളേർക്കും എന്തോ ആഗ്രഹങ്ങൾ, എനിക്ക് ഇങ്ങനെ ഇടണം അങ്ങനെ ഇടണം, ഇതല്ലേ ആഗ്രഹങ്ങൾ. സത്യം പറയാം കേട്ടോ, എൻ്റെ അമ്മയുടെ അടുത്ത് കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു പഴയത്, ഇടാൻ പറ്റുന്നത് എല്ലാം എൻ്റെ ആൽബത്തിലുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ഇതിനകത്ത് നല്ല റീൽസൊക്കെ ഇടുമ്പോൾ ഞാൻ ഇടുന്നതായിരിക്കും. എൻ്റെ റീൽസിൽ കണ്ടിട്ടുണ്ടാവും അമ്മയുടെ പഴയ ആഭരണങ്ങൾ ഞാൻ ഇട്ടിരുന്നു. എന്തിനാണെന്നറിയാം, ഐ ഡിഡ്ന്റ് വോണ്ട് ടു. ഇപ്പോഴും ഞാൻ പറയാണ്, ചങ്കൂറ്റത്തോടു കൂടി പറയാണ്, ഞാൻ ഒരു പൈസ വെറുതെ അനാവശ്യമായിട്ട് കളയുന്ന ആളല്ല. കുറച്ച് ഡ്രസ്സിങ് സെൻസിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല ഉടുപ്പുകൾ ഞാൻ വാങ്ങിക്കുമായിരുന്നു പണ്ട് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ. നൗ ഐ ആം ജസ്റ്റ് യൂസിങ് ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതെന്നു വെച്ചാൽ പെൺകുട്ടികൾക്ക് കുറച്ച് ആക്രാന്തം കൂടുതലുണ്ട്. അത് തന്നെയാണ് ഞാൻ പറയുമ്പോൾ, ആ വേർഡ് തന്നെ ഞാൻ പറയുന്നത്. ബിക്കോസ് why are you just going and asking for this kind of property? തിരിച്ചു താ, എനിക്ക് തരാനുള്ളത് താ 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 എന്ന് പറയുന്നത് എന്തിനാ? നിങ്ങൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ടെങ്കിൽ നാണാവില്ലേ പെൺപിള്ളേർക്ക് അങ്ങനെ ചെയ്യാനായിട്ട്? അതിന് എന്തെങ്കിലും ഒരു ഡിഗ്നിറ്റി ഉണ്ടോ? അങ്ങനെ പ്രോപ്പർട്ടി മേടിക്കണമെങ്കിൽ കറക്റ്റ്, നിങ്ങൾക്കൊന്നും തന്നിട്ടില്ല, നാമമാത്രമായിട്ടുള്ളൊരു സ്വർണ്ണമൊക്കെയാണ്, അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇത് പ്രോപ്പർട്ടിയേക്കാൾ കൂടുതൽ ഗോൾഡ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പിന്നെയും വന്ന് ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടല്ലോ, ഷെയിം ഓൺ യു ആൻഡ് പിറ്റി ഓൺ യു. ഈവൻ ഈ ഡൗറി മേടിച്ചിട്ട് കൊണ്ടുപോയിട്ട് ആ പെൺകുട്ടിക്ക് പറയുന്നത് ഇങ്ങനെ, അയ്യോ ഇവനിത് കൂടുതൽ കിട്ടാനുള്ളതായിരുന്നു, ഇവൻ ഇതിലും കൂടുതൽ. എന്ത് കൂടുതൽ കിട്ടാനുള്ളതാണെന്നാണ് പറയുന്നത് ഈ ആൺകുട്ടികൾക്ക്? അതേപോലെ തന്നെ പഠിച്ച പെൺകുട്ടിയല്ലേ അപ്പുറത്ത് ഉള്ളത്, അവരും സമ്പാദിക്കുമല്ലോ. എനിക്ക് ദേഷ്യം കൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത് കേട്ടോ. ഞാൻ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. സോഷ്യൽ മീഡിയ ആണ്, അതുകൊണ്ട് യു ഷുഡ് ബി വെരി കെയർഫുൾ എന്ന് എൻ്റെ ബ്രദർ എപ്പോഴും പറയും. എൻ്റെ ബ്രദറിനും എൻ്റെ അച്ഛനും എൻ്റെ ഹസ്ബൻഡിനും മോൾക്കും ഒന്നും തല കുനിക്കുന്ന വിധത്തിലൊന്നും പറയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചിലത് ഇവിടെ ഒന്ന് പിടിച്ച് പറയുന്നത് കേട്ടോ. ഐ ഹാവ് സംതിങ് ഇൻ മൈ ഹെഡ്. അത് കുറച്ചും കൂടെ കാലങ്ങൾ ഞാനിത് 100ലേക്ക് വരുന്നതിന് മുമ്പ് ഞാനത് റിവീൽ ചെയ്യാം കേട്ടോ. എന്താണ് ഞാൻ എൻ്റെ ഹെഡിൽ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഞാൻ തുറന്ന് പറയാം. ബിക്കോസ് ഒരു ഫാമിലിയിലില്ലേ അഴുക്കാണ് ഇങ്ങനെയുള്ള ആളുകളും ഇങ്ങനെയുള്ള എന്താ പറയുക ചിന്താഗതിയും. അപ്പം എന്നെ വിവാഹം കഴിച്ച് വയ്ക്കുന്ന സമയത്ത് എൻ്റെ അപ്പച്ചിമാർക്കെല്ലാം കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു അത്ര, ഞാനിങ്ങനെ ഈ ഗോൾഡൊക്കെ ഇട്ടിരിക്കുന്ന കണ്ടിട്ട്. ആ സമയത്ത് അതായിരുന്നു നോംസ്. പക്ഷെ എൻ്റെ അമ്മ എത്ര കഷ്ടപ്പെട്ട് അമ്മ ജോലി ചെയ്തിട്ടുണ്ട്, അമ്മയുടെ ഒരു പങ്കാണ് എനിക്ക് തന്നത്. അപ്പം ഈ അച്ഛനമ്മമാർ ഇരുന്ന് ചിന്തിച്ചിട്ട് അത് നോക്കൂ, അപ്പച്ചിമാർ വന്നിട്ട് മുഖം കറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? ജീവിതം പോകുന്ന പോക്ക്. ഇതൊക്കെ കുശുമ്പ്, അസൂയ എന്നുള്ള വികാരങ്ങൾ ഉള്ള ആളുകളാണ് കേൾക്കുന്നതെങ്കിൽ അവരൊക്കെ അതങ്ങ് മാറ്റുക, ചോദിക്കാതിരിക്കുക. ഞാൻ എന്താ ചെയ്തതെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ വിൽ ടെൽ യു, ഐ ഹാവ് റിട്ടൺ ഓഫ് എവറിഥിങ് ഫോർ മൈ ബ്രദർ. എൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ആ സമയത്ത് എനിക്ക് തന്നത് വളരെ കറക്റ്റായിരുന്നു. ഓക്കെ, ഈ പറഞ്ഞ പോലെ 60-40 ആണ് കേട്ടോ, നത്തിങ് റോങ്. കാരണം മൈ ബ്രദർ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് മൈ പാരൻസ്. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് എന്നെയും അതെ, ഞാൻ വരുമ്പോഴും എനിക്കും ഇവിടെ ഒരു സ്ഥാനമുള്ളത് എന്തുകൊണ്ടാണ്? എൻ്റെ ബ്രദറും നല്ല മനസ്സാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ അവർക്കും തോന്നും അതെ ചേച്ചി ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ അല്ലേ? ഞാനിങ്ങനെ കുടുകുടു എന്ന് സംസാരിക്കും, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് സ്നേഹം വിട്ടിട്ട് ഒരു കളിയുമില്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് പറയുന്നുണ്ടെങ്കിൽ ഐ എം ഇൻറ്റൻറ്റിങ് ഇറ്റ് ഓൺ സം പീപ്പിൾ ഹു ആർ ലിസ്ണിങ് ടു മീ. അവർ കേട്ടിട്ട് അവരിങ്ങനെ ആകാതിരിക്കട്ടെ. നമ്മളുടെ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ എന്ന് പറയുന്ന ഈ ബന്ധങ്ങൾ നമുക്ക് ഇങ്ങനെ പറിച്ചെളിഞ്ഞ് എറിഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നുമില്ല ലൈഫിൽ. വാട്ട് ആർ വി? അതുകൊണ്ട് ഈ ഡൗറി എന്നുള്ള ആ പേര് തന്നെ നിങ്ങൾ ഉച്ചരിക്കാതിരിക്കുക. നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾ ഇൻഹെറിറ്റൻസ് ആണ് തരാൻ ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് നല്ലത്. ഈ ഇന്നത്തെ ജനറേഷൻ വന്നിട്ട് ഈവൻ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ദിസ് ഇസ് റോങ്. നമ്മൾ എല്ലാത്തിലും വന്നിട്ട് വെസ്റ്റേണേഴ്സിനെ നമ്മൾ എമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ. ദെൻ വൈ നോട്ട് ഇൻ ദിസ്? അവരെല്ലാവരും ഉണ്ടല്ലോ, വിവാഹം കഴിക്കണമെങ്കിൽ അവർ പൈസ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വിവാഹം കഴിക്കുന്നത്. അവിടെ പെണ്ണുങ്ങൾ പോലും, മനസ്സിലായോ, അവരുടെ ഇതനുസരിച്ച് അവർ ചെയ്യും. ഇത് അച്ഛനമ്മമാരുടെ ഇതിലാണ്. ഈ ഒരു സിസ്റ്റം അങ്ങോട്ട് മാറ്റൂന്നേ. ആ കല്യാണം പോലും ഈ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാ ആളുകളെയും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ആ കുട്ടീനെ അറിയണം 10 പേരെ, ഒരു 100 പേരെ വിളിക്കൂ. ആ കുട്ടിയോട് ശരിക്കും ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളവരെ വിളിക്കൂ. ബാക്കിയുള്ളത് ആ കുട്ടിക്ക് കൊടുക്കുമോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ? വൈ ഡോണ്ട് യു ഡു ദാറ്റ്?
ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, അങ്ങനെ തന്നെയാണ് ഞാൻ ഉദ്ദേശം. പക്ഷേ എൻ്റെ മകൾ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ, ഐ ലീവ് ഇറ്റ് ടു യൂണിവേഴ്സ്. അപ്പോൾ ഇത് കേൾക്കുന്നവർ കുറച്ചെങ്കിലും ഒരു സെൻസിബിളായിട്ട് ഉള്ള ആളുകൾ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക. ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഉണ്ടാക്കിയ സ്വർണത്തിൻ്റെ കുറച്ച് കുറഞ്ഞു പോയി എന്നുള്ള പേരിൽ ഹാരസ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരെ അപ്പം തന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയേക്കുക. ഒരു തെറ്റുമില്ല. ഗോ ആൻഡ് ഫയൽ എ കേസ് അഗൻസ്റ്റ് ഹിം. രാഹുലിന് അത് വേണ്ടത് തന്നെയാണ്. എന്ത് തന്നെയായാലും അടിച്ചല്ലോ. അല്ല, എന്തൊക്കെയാണ് വന്നിരുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയണം. ഐ ഡോണ്ട് വോണ്ട് ടു ജസ്റ്റ് ഡിസ്കസ് അബൌട്ട് ദാറ്റ്. ഇറ്റ് ഇസ് മനസ്സിനൊരു വിങ്ങലുണ്ടാക്കുന്ന കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുന്നില്ല. നിങ്ങൾക്ക് ചിന്തയ്ക്ക് വിടുന്നു. ഇന്ന് രാത്രി ചിന്തിക്കേണ്ടത് എങ്ങനെയായിരിക്കണം നമ്മൾ ഇൻഹെറിറ്റൻസ് മക്കൾക്ക് കൊടുക്കേണ്ടതെന്ന് എന്നെ ഒന്ന് ചിന്തിച്ചോളൂ കേട്ടോ. ഓക്കെ ദെൻ ബൈ. വേർത്ത് കുളിച്ചു, നിർത്തട്ടെ. താങ്ക് യു.